Praise the Lord. Praise the Lord. Hallelujah. 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 നമുക്ക് നേരിട്ട് പറയാം, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളിൽ വന്നിറങ്ങി ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവവചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് മാത്രം മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ നമുക്ക് വിളിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാ, ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴേക്കും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് വിഷയം നിത്യജീവന്റെ രണ്ടാം ഭാഗമാണ്. ഈ രണ്ടാം ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് പുത്രനെ സ്വന്തമാക്കുന്ന വ്യക്തിക്കാണ് നിത്യജീവൻ. ഒന്നുകൂടെ പറയാം, പുത്രനെ സ്വന്തമാക്കുക. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കടന്നുപോയി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവനെ സ്വന്തമാക്കുക. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവനെ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 11-ാം വചനം ഇതാണ്. 11-12 വചനം ഇതാണ് ആ സാക്ഷ്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. ഒന്നേറ്റ് പറഞ്ഞ ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. അപ്പൊ എവിടെയാണ് ഈ ജീവൻ? പുത്രനിലാണ്. അടുത്ത വചനം പറയാം, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കി. അപ്പോൾ പുത്രനെ സ്വന്തമാക്കാത്ത ഒരു വ്യക്തിക്കും നിത്യജീവനില്ല. ശ്രദ്ധിക്കുക. അപ്പൊ ഈ പുത്രനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ലോകത്തിലെ എല്ലാ ജനകോടികളുടെയും ലക്ഷ്യം. ആ സ്വന്തമാക്കാത്ത വ്യക്തികളെ പുത്രനെ കുറിച്ചുള്ള കാര്യം പറയുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവർ പുത്രനെ സ്വന്തമാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മളുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കുറവുകളാണ്. അവരറിയുന്നില്ല. അറിയാതെ നമ്മളുടെ സുവിശേഷം കേട്ട് നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന അവസ്ഥ. അതുകൊണ്ട് ഇവിടെ വചനം പറയാണ്, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവത്തിനെ സ്വന്തമാക്കിയവന് മാത്രമേ ജീവനുള്ളൂ. തുടർന്ന് പറയാണ്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. അപ്പൊ ഈ ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ സ്വന്തമാക്കാത്ത അനേകര് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അതുകൊണ്ടാണ് കൊരിന്തോസ് സഭയ്ക്ക് പൗലോസ് 1 കൊരിന്ത്യർ 9:16 പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ സുവിശേഷം എന്ന് പറയുന്ന ഈ ഗുഡ് ന്യൂസ്, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ ഏകരക്ഷകൻ. ഈ ദൈവത്തെ സ്വന്തമാക്കിയില്ലെങ്കിൽ നിനക്ക് നിത്യജീവനെ സ്വന്തമാക്കാൻ സാധിക്കത്തില്ല എന്ന് മറ്റ് യേശുവിനെ അറിയാത്തവരോട് പറയുവാൻ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ദുരിതം, അനർത്ഥങ്ങൾ സഭയിൽ, ഇടവകയിൽ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം എന്നാ? പുത്രനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. പുത്രനെ സ്വന്തമാക്കിയ പുത്രനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നില്ല, ഭയനിമിത്തം പറയുന്നില്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപാപ്പ പറയുന്നത്, സഭ അമ്മയാകുമ്പോഴാണ് സഭയിൽ വളർച്ച ഉണ്ടാകുന്നത്. അമ്മയുടെ പ്രത്യേകത എന്താ? കുഞ്ഞുങ്ങളെ ജന്മം നൽകുന്ന ആണ്. അനേകർക്ക് ജന്മം നൽകുക. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അനേകരെ സഭയിലേക്ക് അടുപ്പിക്കുമ്പോഴാണ് സഭയായി മാറുന്നത്. ഹല്ലേലൂയ. ഈ സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുവാ. അപ്പോൾ ഈ ഇന്നത്തെ പ്രത്യേകത എന്താ? ഇന്ന് സഭ ആയിക്കൊണ്ടിരിക്കുക. എന്താ?
മായയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഇട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉള്ള മഠമൊക്കെ മതിയെന്നേ, ഉള്ള മലങ്കര സഭയിൽ ചിന്തിക്കുന്ന ഉള്ളവരൊക്കെ മതിയെന്നേ, മതിയെന്നേ. ഈ സുവിശേഷ സംഘം എന്ന് പറഞ്ഞ് ഫോം ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാരെ തന്നെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനാണ് ദൈവത്തിൻ്റെ കൽപ്പന. അത് ഒരിടത്ത് തന്നെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. കുളിപ്പിച്ച് ഇപ്പൊ കൊച്ചില്ലാതായിക്കൊണ്ടിരിക്കുക പലയിടത്തും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, സഭ എപ്പോഴും ഒരമ്മയായി മാറണം. ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ, ഞാൻ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ മറ്റു പലർക്കും കൊടുക്കണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ദൗത്യമാണ്. ഇതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. കേട്ടവർ തന്നെ കേട്ടുകൊണ്ടിരിക്കുകയല്ല, കേൾക്കാത്ത അനേകരെ യേശുവിനെ അറിയിക്കണം. യേശുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ വളരത്തില്ല. ഉള്ളതിനെ ഇട്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്ന് ഏറ്റവും ഒടുവിൽ ആയയായി സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയയാകാനല്ല, അമ്മയാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സഭ എപ്പോഴും അമ്മയായി, മാർപ്പാപ്പയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി പറയാം, അമ്മയായി മാറുന്നത് എപ്പോഴാണ്? ഞാൻ അനുഭവിച്ച പുത്രൻ, ഞാൻ എന്നിലുള്ള കർത്താവിനെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ്. അപ്പോൾ അതാണ്, യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അവരെ ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുമാണ് എന്നെ ദൈവം ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെയുള്ള, അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഭൗതികമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാണുന്നവയല്ല വിശ്വസിക്കുന്ന, കാണാത്തവയിലാണ്. കാണാത്ത കാര്യങ്ങളുണ്ട്, കാണുന്നവയൊക്കെ നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഈ നശിച്ചു പോകുന്ന കുറെ കാര്യങ്ങളിൽ അല്ല നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. നശിക്കാത്ത ഒരു ആത്മാവ് നമുക്കുണ്ട്. അനേക ആത്മാക്കളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാൻ, അവരെ ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-10 വരെ ദൈവത്തെ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി പൗലോസ് ശ്ലീഹ ചെയ്ത ആ കാര്യങ്ങളെക്കുറിച്ചാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, എന്നാൽ എനിക്ക്, എന്നിട്ട് പറയാണ്, കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. യഹൂദ പാരമ്പര്യം അനുസരിച്ച് 8-ാം ദിവസം പരിച്ഛേദനം ചെയ്ത വ്യക്തിയാണ് പൗലോസ് ശ്ലീഹ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ. ഉണ്ടോ? ഇസ്രായേൽ വംശത്തിൽ മാത്രമല്ല, ഈ ഗോത്രസ്ഥ അനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ഉന്നത ഗോത്രം. യഹൂദ പാരമ്പര്യം അനുസരിച്ച്, ഇസ്രായേലിന്റെ ഗോത്രം അനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ് ഞാൻ. കേട്ടോ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുവാനാണ്, പിറന്നവനാണ് ഞാൻ. ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണ് ഞാൻ. നിയമപ്രകാരം ഫരീസ്യൻ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ എല്ലാ കാര്യങ്ങളും ദൈവ നിയമപ്രകാരം, തോറ പറയുന്നതനുസരിച്ച്, അവരുടെ നിയമഗ്രന്ഥം പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഹെബ്രായനാണ്. കണ്ടോ, ഇവിടെ വചനം പറയാണ്, പുള്ളി പറയാണ്, ഞാൻ ഹെബ്രായിൽ നിന്ന് ജനിച്ച ഹെബ്രായനാണ് ഞാൻ. കണ്ടോ, നിയമപ്രകാരം ഫരീസ്യൻ, നിയമം കൊണ്ട്, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചത്. അയാൾ വിശ്വസിച്ചിരിക്കുന്ന ആ സത്യമാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ തീഷ്ണത കൊണ്ട് നമ്മുടെ സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിലും നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ, ഒരു കുറ്റവുമില്ലാത്തവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് പറയും, എന്നാൽ എനിക്ക് ലാഭമുണ്ടായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി ഞാൻ കണക്കാക്കും. എനിക്ക് ലാഭമായ പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടെന്ന്. എനിക്കെന്താ ലാഭകരമായ കാര്യങ്ങൾ? ഞാൻ അവനോട് പ്രസംഗിച്ചാൽ എൻ്റെ കുടുംബത്തിനെന്ത് പ്രശ്നമുണ്ടാകും? എനിക്ക് പറഞ്ഞാൽ പ്രശ്നമുണ്ടാകും. മതമാത്രം വന്നു ഇപ്പോൾ പിന്നെ ക്രിസ്തുവിനെ അറിയിച്ചാൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? നമ്മുടെ ബാഹ്യമായ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടേതായ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തെക്കുറിച്ചും മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവരെ യേശു ക്രിസ്തുവിനെ കൊടുക്കണമെന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ലാഭകരമായതിനെ എല്ലാം ഞാൻ ഇതാ മാറ്റിയിരിക്കും. എന്നിട്ട് പറയാണ്, ഇവയെല്ലാം ഉച്ഛിഷ്ടം കരുതി ഒന്നാം സ്ഥാനം ഞാൻ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം
ഏറ്റവും കൂടുതൽ വിലയുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ക്രിസ്തുവിനെ അറിയുക, അവനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുതെന്ന് ഞാൻ കരുതി. അപ്പം ഇത് ഈ ക്രിസ്തുവിനെ അറിഞ്ഞ് ആ വ്യക്തിക്ക് പിന്നെ അടങ്ങിയിരിക്കാനൊക്കെ ഇല്ല. ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് അടങ്ങിയിരിക്കാനൊക്കെ ഇല്ല. അപ്പോൾ അവന് എന്താണ് എൻ്റെ ദൗത്യം? ഞാൻ മറ്റുള്ളവരെ ക്രിസ്തുവിനെ അറിയിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ അനേകര് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ അറിയിക്കുന്നില്ല. അറിയിക്കാത്തത് കൊണ്ട് അവർക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, നമ്മുടെ ഭവനത്തിലെ, നമ്മുടെ ഇടവകയിലെ ഒക്കെ അസ്വസ്ഥതകൾ മാറുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഞാൻ സ്വന്തമാക്കണമെന്ന ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക്. ഈ സ്വന്തമാക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നിരന്തരമായ പ്രാർത്ഥന. നിരന്തരമായ ഒരു പ്രാർത്ഥന നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകണം. വലിയ 1 മണിക്കൂറല്ല, നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ജീവിക്കും. നിരന്തരമായ പ്രാർത്ഥന. 2, വ്യക്തിപരമായ ഒരു പരിശുദ്ധി ഉണ്ടായി. വ്യക്തിപരമായി എന്നിൽ നോക്കണം, ഞാൻ ഇതിനൊക്കെ യോഗ്യനാണോ? എന്നിൽ വിശുദ്ധി. എൻ്റെ ലക്ഷ്യം എന്നാണ്? ഇന്ന് ലക്ഷ്യം മറന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നാ? ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിയെ കണ്ട ആർക്ക് ഇപ്പോൾ ക്രിസ്ത്യാനിയെ കണ്ട് ക്രിസ്തുവിലേക്ക് തിരിയാനൊക്കും? റോമർ 2:24 പറയുന്ന പോലെ, നിങ്ങൾ നിമിത്തം എൻ്റെ പേര് ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. നമ്മൾ എവിടെയെങ്കിലും കണ്ടോ ക്ഷേത്രത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലും അടി ഉണ്ടാക്കുന്നുണ്ടോ? ഇതാ പള്ളി പിടിക്കാൻ വേണ്ടി കുറേ കൂട്ടർ പോലീസുമായിട്ട് ഇടുന്നു, കുറേ കൂട്ടർ പള്ളി വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നു. അപ്പം ഈ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ഈ പള്ളി ചെന്ന് ഈ കുർബാന ചെയ്ത് അവിടെ ക്രിസ്തു വരുമോ? എന്തെല്ലാം ഭോഷത്തരങ്ങൾ കാണിച്ചുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. വലിയ ദുരന്തങ്ങൾ നിങ്ങൾ വരുത്തി വെക്കരുത്. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഈ ലോകത്തിൻ്റെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി സഭ തമ്മിൽ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയില്ലേ? ഏത് വ്യക്തി ക്രിസ്തുവിലേക്ക് അടുക്കും? നിങ്ങളുടെ സ്വസ്ഥമായിട്ട് നിങ്ങളുടെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒക്കുമോ എന്നൊരു ഹൈന്ദവ സന്യാസി എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ശരിയല്ലേ അവർ ചോദിക്കുന്നത്? ഇവിടെ യാക്കോബക്കാരനൊന്നും ഓർത്തഡോക്സുകാരൊന്നും അല്ല, ക്രിസ്ത്യാനി എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അവർക്കറിയത്തില്ല ഇതിനെ ആരാണെന്ന് ഇവരൊക്കെ. അപ്പോൾ ക്രിസ്ത്യാനി എന്നേ പറയത്തുള്ളൂ. അപ്പോൾ ഇവരൊക്കെ, നിങ്ങൾ ഇത് കേൾക്കുന്നവരൊന്ന് ചിന്തിക്കണം. ഞാൻ നിമിത്തം ക്രിസ്തു ദുഷിക്കപ്പെടുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കണം. അവൻ നടന്ന വഴിയിൽ കൂടി നടക്കണം. അവൻ്റെ വഴി കരുണയുടെ വഴിയാണ്, സ്നേഹത്തിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ വഴിയാണ്, ഈ അനുസരണത്തിൻ്റെ വഴിയാണ്. ഈ വഴികളിൽ കൂടി നടക്കുമ്പോഴേ ഞാൻ വ്യക്തിപരമായ ഒരു വിശുദ്ധനായി മാറുകയുള്ളൂ. അവൻ കാണിച്ചു തരുന്ന വഴിയിൽ കൂടി നടക്കണം. ഇതാ 3 ജ്ഞാനികൾ ഉണ്ണീശോയെ കാണാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു വഴിയിൽ കൂടിയാണ് പോയത്. ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ ആരാധിക്കുന്ന സമൂഹം നടക്കേണ്ട വഴി ഈ ലോകത്തിൻ്റെ വഴികളല്ല. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം കാണിക്കുന്നതാണോ ഇന്ന് സഭയിലും സമൂഹത്തിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കണം. ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം കാണിക്കുന്ന കാര്യങ്ങളല്ല, മദ്യപാനികൾ പോലും കാണിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തി ക്രിസ്തു നടന്ന ആ ശൂന്യവൽക്കരണത്തിൻ്റെ വഴി, ഈ വഴിയിൽ കൂടി നടക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഇവിടെ ബഹളവും അടിയും പ്രശ്നവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇനിയെങ്കിലും നിങ്ങൾ ദൈവത്തെ സ്വന്തമാക്കി ഈ യേശുവിനെ ഈ 2024 അനേകർ അറിയാത്തയിടത്തെ അറിയിക്കുവാൻ വിളിക്കപ്പെടണം. യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ സഹോദര എന്ന് ഉറക്കെ വിളിച്ചു പറയണം. തലയല്ല വലുത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, തലയല്ല വലുത്, തല തന്നവനാണ് വലുത്. ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട, ആത്മാവിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. ശരീരത്തെ കൊല്ലുന്ന ഒരു വ്യക്തിയെയും ക്രിസ്ത്യാനി ഭയപ്പെടണ്ട. ഇന്ന് ക്രിസ്ത്യാനി ഭയപ്പെടുന്നത് എന്തുവാ? ശരീരത്തിന് വേണ്ടിയാണ്. ശരീരത്തിൻ്റെ രോഗം, ശരീരത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നമുക്ക് സഭയ്ക്ക് ഒത്തിരി ഹോസ്പിറ്റലുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഞങ്ങൾ നടത്തുന്ന ഈ വേളാങ്കണ്ണി യാത്രയിൽ ഏകദേശം 432ഓളം മദ്യപാനികൾ മാനസാന്തരപ്പെട്ടു.
ഇപ്പോഴും സഭ ചെയ്യുന്ന പറഞ്ഞാൽ മദ്യപാനി മരിച്ചു കഴിയുമ്പോൾ ചെന്ന് അടക്കാൻ ഇവന്റെ ഇതിൽ നിന്ന് വിടുതല പ്രാപിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യാതെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുത്ത് പാപബന്ധനത്തിൽ കഴിയുന്ന അനേകരെ, അന്ധകാരത്തിൽ കഴിയുന്ന അനേകരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കണം. അതിന് വേണ്ടത് എന്താണ്? ഒന്ന്, നിരന്തരമായ പ്രാർത്ഥന. 2, വ്യക്തിപരമായ പരിശുദ്ധി. 3, അനുസരണം. ഇന്ന് അനുസരണമില്ല. എങ്ങനെ അനുസരണം ഉണ്ടാവും? കുഞ്ഞുങ്ങളൊക്കെ അപ്പനും അമ്മയും സ്നേഹം കണ്ട് വളരേണ്ട മക്കളൊക്കെ അവരെ ശല്യം തീർക്കാൻ വേണ്ടി കൊച്ചി TV ഒക്കെ കിട്ടും. കുട്ടൂസിനെയും മറ്റേ ഡാങ്കിനെയും അല്ലെങ്കിൽ വേറെ പലതുമൊക്കെ കണ്ടാ വളരുന്നത്. ഇതിനെയൊക്കെ കണ്ട് വളർന്നാൽ എങ്ങനെ അവർ ദൈവസ്നേഹത്തിൽ വളരും? ദൈവസ്നേഹത്തിൽ കുഞ്ഞുങ്ങൾ വളരാൻ ഒക്കുമോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിരന്തരമായ പ്രാർത്ഥനയും വ്യക്തിപരമായ പരിശുദ്ധിയും അനുസരണശീലവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവനെ സ്വന്തമാക്കാൻ സാധിക്കൂ. ദൈവത്തെ സ്വന്തമാക്കി ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വിശ്വാസിയായി ഞാൻ മാറും, ഒരു ക്രിസ്ത്യാനിയായി ഞാൻ മാറും. അതുകൊണ്ട് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ എല്ലാം സ്വന്തമാക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തു ഉള്ളവൻ എല്ലാം ഉണ്ട്, ക്രിസ്തു ഇല്ലാത്തവൻ ഒന്നുമില്ല. അവൻ വെറും വട്ടപ്പൂച്ചോ. കോടിക്കണക്കിന് സമ്പത്തുണ്ടാകാം, മണിമാളികൾ ഉണ്ടാകാം, പക്ഷെ ക്രിസ്തുവിനെ സ്വന്തമാക്കിയില്ലെങ്കിൽ നീ ബിഗ് സീറോയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന് മാത്രമേ നിത്യജീവനുള്ളൂ. ഈ നിത്യജീവന്റെ ഈ ചെറിയൊരു ഭാഗം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.